പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ്. 6 വർഷം നീണ്ട സുപ്രീം കോടതിയിലെ സേവനകാലത്തിനിടയിൽ 1000-ലേറെ വിധിന്യായങ്ങൾ എഴുതിച്ചേർത്ത 10 പേരിൽ ഒരാൾ. ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നീതിയുടെ കാവലാളായി പ്രവർത്തിച്ച ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവിക സാന്നിധ്യത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. സ്നേഹം നിറഞ്ഞ കുര്യൻ ജോസഫ് സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം. സാറേ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ സഭയുടെ വിശ്വാസ പരിശീലന വഴികളെക്കുറിച്ചാണ് വർത്തമാനം പറഞ്ഞത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ചില കുഞ്ഞുങ്ങൾ എനിക്ക് ഈശോയെ ഇഷ്ടമാണ്, ബാക്കിയുള്ളതൊന്നും എനിക്ക് വേണ്ട, അതുകൊണ്ട് എനിക്ക് കാറ്റഗിസം അത്ര പ്രധാനമല്ല, സഭയുടെ ആരാധന ശുശ്രൂഷകൾ അത്ര പ്രധാനമല്ല. അങ്ങനെ പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞായിരുന്നു അവന് ഈശോയെ കിട്ടുന്നത് സഭയിലൂടെയാണെന്ന്. എൻ്റെ ഒരു സംശയം, അവന് വേണ്ടതുപോലെ ഈശോയെ കിട്ടാത്തത് കൊണ്ടല്ലേ അവനങ്ങനെ പറയുന്നത്? പലപ്പോഴും ഈ കാറ്റഗിസം ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്, രൂപതകളിൽ ഏറ്റവും ഉയർന്ന കാറ്റഗിസം സെൻറ്റർ ആവാനായിട്ടുള്ള ഒരു മത്സരം, കൂടുതൽ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടാനായിട്ടുള്ളൊരു മത്സരം, അതുപോലെ കുർബാനകളാണെങ്കിൽ തന്നെയും കാഴ്ചവെപ്പൊക്കെ ഒരു എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങളായിട്ട് കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നു. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? സത്യത്തിൽ ഈശോയെ വേണ്ടതുപോലെ കിട്ടുന്നില്ല എന്നല്ല, വേണ്ടതുപോലെ കിട്ടാത്തത് കൊണ്ടല്ലേ അവരെങ്ങനെ പോകുന്നത്? മാതാവിൻ്റെ ഫാത്തിമയുടെ തിരുസ്വരൂപം കേരളത്തിലൂടെ വന്ന കാലഘട്ടത്തിൽ ഞാൻ ഈ മാതാവിൻ്റെ രൂപത്തെ തൊട്ടുമുത്താനായിട്ടൊരു ശ്രമം നടത്തി. അപ്പോൾ എന്നോട് ആ രൂപം കൊണ്ടുവന്നിരുന്ന ആൾ പറഞ്ഞു, യു നീഡ് നോട്ട് ടച്ച് ഹർ, ഷീ വിൽ ടച്ച് യു. നീ തൊടണ്ട, നീ തൊടാതെ തന്നെ മാതാവ് നിന്നെ തൊട്ടോളും. അപ്പം അന്നത്തെ ഒരു സുവനീറിൽ ഞാൻ എഴുതിയായിരുന്നു, സ്പർശനം വേണ്ട, ദർശനം മതി. ഈ കൂദാശകളുടെ കാര്യത്തിൽ എനിക്ക് തിരുത്തി പറയാനുണ്ട്. അതിനകത്ത് സഭയുടെ ഈ ഉൾച്ചേരലിൻ്റെ കാര്യത്തിൽ ദർശനവും വേണം, സ്പർശനവും വേണം. പഠനം ദർശനം മാത്രമാണ്, സ്പർശനമാണ് യേശുവിൻ്റെ ശരീരത്തിലും രക്തത്തിലുമുള്ള പങ്കുചേരൽ. അപ്പോൾ ഈ പങ്കുചേരുന്ന പ്രക്രിയ എങ്ങനെയാണ്? ഇപ്പോൾ ബോണി സൂചിപ്പിച്ച കുർബാനയുടെ കാഴ്ചവെപ്പ്. എന്താ കാഴ്ചവെക്കുന്നത്? ബോണിയുടെ മകനൊരു സമ്മാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത്, ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും താല്പര്യത്തോടെ കൊടുക്കും. കാരണം അതിലൂടെ ആ കൊച്ചിന് കിട്ടുന്ന പ്രതീകം മാത്രമല്ല, അപ്പൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിങ്ങടെ നെഞ്ചിലെ ചൂടാണ് ആ കിട്ടുന്നത്. വെറും കേവലമായ ഒരു നമ്മുടെ സ്കൂളിൻ്റെ ആനുവൽ ഡേക്ക് കിട്ടുന്ന ഒരു സമ്മാനം മാതിരിയല്ല അപ്പൻ മോന് കൊടുക്കുന്ന ഒരു സമ്മാനം. ഈശോയ്ക്ക് നമ്മൾ എന്താ കാഴ്ചവെക്കുന്നത്? ഈ പ്രതീകത്തിലൂടെ നമ്മൾ കാഴ്ചവെക്കുന്നത് ജീവിതത്തിൻ്റെ കാഴ്ചവെപ്പാണ്. ഞാൻ മരിയൻ സൊഡാലിറ്റി ചേർന്ന കാലഘട്ടത്തിൽ അന്ന് ചെറുപ്പത്തിൽ ഒപ്പീസ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥന ഉണ്ടാകും, സൊഡാലിറ്റിയുടെ ഒപ്പീസ്. പിന്നീടാണ് CLC ആയതൊക്കെ. ആ ഓഫീസിൽ എന്നെ സ്പർശിച്ച മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. യേശുവിന് ഇന്ന് നടക്കാൻ നിൻ്റേതല്ലാത്ത കാലുകളില്ല, യേശുവിന് ഇന്ന് കാണാൻ നിൻ്റേതല്ലാത്ത കണ്ണുകളില്ല, യേശുവിന് ഇന്ന് സ്പർശിക്കാൻ നിൻ്റേതല്ലാത്ത കൈകളില്ല. അപ്പോൾ എന്നെ ഇത് ചിന്തിപ്പിച്ചതും പ്രാർത്ഥിപ്പിച്ചതും മുഴുവൻ യേശു ഇന്ന് ഇവിടെ നടക്കുന്നത് എൻ്റെ കാലുകളിലൂടെയാണ്, യേശു ഇന്നിവിടെ കാണുന്നത് എൻ്റെ കണ്ണുകളിലൂടെയാണ്, യേശു ഇന്ന് ഈ ലോകത്ത് സ്പർശിക്കുന്നത് എൻ്റെ കരങ്ങളിലൂടെയാണ്. അപ്പോൾ എൻ്റെ സ്പർശനവും എൻ്റെ കാഴ്ചയും എൻ്റെ നടപ്പുമെല്ലാം ഒരു യേശു അനുഭവമായിട്ട് എന്നെ കണ്ടുമുട്ടുന്നവർക്കും പകരുന്നു. അവർക്ക് അനുഭവം ഉണ്ടാവണം.
അപ്പം ആ സ്പർശനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ കാഴ്ച വയ്ക്കുമ്പോൾ. ഒരു കൊച്ചു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അത് മാത്രം എടുത്തു പറയാം. ഈ കാഴ്ച വയ്ക്കുമ്പോൾ ഈശോയ്ക്ക് ഞാൻ കൊടുക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പ്രതീകമാണ് എൻ്റെ കയ്യിലിരിക്കുന്ന കാഴ്ച വയ്ക്കുന്ന വസ്തു. അപ്പം ജീവിതം സ്വീകാര്യം ആകാൻ പറ്റാത്തൊരവസ്ഥയിൽ എന്തെങ്കിലും ഒരു പ്രതീകങ്ങൾ കാഴ്ചവെച്ച് കഴിയുമ്പോൾ അത് പ്രഹസനമായിട്ട് മാറും. പ്രഹസനമല്ല ഈശോയ്ക്ക് ആവശ്യം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞിട്ടുണ്ട്, നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിൻ്റെ സഹോദരൻ എന്തെങ്കിലും നിന്നോട് ഉണ്ട് എന്ന് തോന്നുക നിനക്കുള്ളതല്ല, നീ ബലിവസ്തു അവിടെ വെച്ചോ. ഈ ബലിവസ്തുവാണ് നീ കാഴ്ചവെക്കാൻ വരുന്നത്. കാരണം ജീവിതം സ്വീകാര്യമാകാതെ ജീവിതത്തിൽ നീ അർപ്പിക്കുന്ന കാഴ്ചകൾ സ്വീകാര്യമാകുന്നു എന്ന് നീ ധരിക്കുന്നത് തെറ്റാണ് എന്നുള്ള വലിയൊരു പഠനമായിരുന്നു. അപ്പോൾ സത്യത്തിൽ ഒരു കാഴ്ചവെപ്പ് നടക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ബോധ്യം അവരിലേക്ക് പകർന്നു കൊടുക്കണ്ടേ? കുഞ്ഞുങ്ങൾക്കുമില്ല. ഇന്ന് നമ്മൾ കാഴ്ചവെപ്പായിട്ട് പ്രത്യേക നമ്മുടെ വിശേഷ അവസരങ്ങളിൽ അർപ്പിക്കുന്ന ബലികളിലൊക്കെ ഒരു കാഴ്ചവെപ്പുണ്ട്. ആ കാഴ്ചവെപ്പിലൊന്നും ഈ ഒരു ഉൾക്കാഴ്ചയോട് കൂടിയാണോ കാഴ്ച വെക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്കത് അങ്ങനെയാണെന്ന് തോന്നിയിട്ടില്ല. അതൊരു ചടങ്ങ്. ഒരു അനുഭവം ഓർത്തു പോവുകയാണേ. ഞാൻ ഒരിക്കൽ കുറേ നാൾക്ക് മുമ്പാണ് എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ഒരു കുട്ടി ഓടുകയാണ് പള്ളിയിലേക്ക്, ഒരു കവറൊക്കെ പിടിച്ച്. 6ാം ക്ലാസ്സൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ ഇത്ര വേഗത്തിൽ? ഇന്ന് ഞങ്ങളുടെ കാഴ്ചവെപ്പാണ്. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, കാഴ്ചവെപ്പെന്ന് പറഞ്ഞാൽ എന്താ? അത് വളരെ സങ്കടകരമായൊരു കാര്യമാണ് പറഞ്ഞത്. അത് അച്ഛന്മാർക്ക് പൈസ കൊടുക്കണ പരിപാടി. അവൻ്റെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ബോധ്യമാണ്. വെറുതെ സാർ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു പ്രഹസനം മാത്രമായി പോകുന്നു. അത് സത്യത്തിൽ ജീവിതാർപ്പണമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം, അല്ലേ? അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ കവറിനകത്ത് പൈസ ഇട്ട് ഇതാണ് കാഴ്ചവെക്കുന്നത്, ഈ പൈസയാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളൊരു അറിവ് മാത്രമേ അവന് കിട്ടിയിട്ടുള്ളൂ. നേരെ മറിച്ച് ഇത് അച്ഛനുള്ളതല്ല, പള്ളിക്കുള്ളതല്ല, നമ്മുടെ സഭയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു ഭാഗമായിട്ട് നമ്മൾ എടുത്തു കൊടുക്കുന്നതാണ് എന്നുള്ളൊരു തോന്നലോടു കൂടി, ബോധ്യത്തോടു കൂടി, ഉൾക്കാഴ്ചയോടു കൂടി, സ്നേഹത്തോടെ, സന്തോഷത്തോടെ, അഭിമാനത്തോടു കൂടി നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന കാഴ്ച ആ അർപ്പണമായിട്ട് അതിനെ. അതുകൊണ്ടാണ് ആ സമയത്ത് പാടുന്ന പാട്ടിൽ മനോഹരമായ പാട്ടുകളുണ്ട്. അർപ്പണം അർപ്പണം എന്നുള്ളൊരു പാട്ടുണ്ട്. ഹൃദയാർപ്പണമാണ്. ഹൃദയത്തെ അർപ്പിക്കാൻ സാധിക്കാതെ കൈകളിൽ നമ്മൾ അർപ്പിക്കുന്ന പ്രതീകങ്ങൾ വെറും പ്രഹസനമാണ്. അപ്പോൾ ഈ പൈസ എന്നുള്ളത് വെറും പ്രതീകം മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന ഫലങ്ങളോ അല്ലെങ്കിൽ മെഴുകുതിരിയോ ചന്ദനത്തിരിയോ അങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം പ്രതീകങ്ങളാണ്. ഈ പ്രതീകങ്ങൾ നമ്മളെ കൊണ്ട് എത്തിക്കേണ്ട ചില ഉൾക്കാഴ്ചകളുണ്ട്. അപ്പം വളരെയേറെ ഒരു പ്രബോധനത്തിൻ്റെ അഭാവമാണ് ഇതെല്ലാം ആ കുട്ടിക്ക് പോലും അങ്ങനെ തോന്നാൻ കാരണം. ഈ പ്രബോധനം ഇല്ലാത്ത പരിശീലനമോ പരിശീലനം കൂടാതെയുള്ള പ്രബോധനമോ രണ്ടും അതിൽ തന്നെ അപൂർണമാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടിയിരുന്നത് പരിശീലനമുണ്ട്, പ്രബോധനം ഉണ്ടായില്ല. ചിലർക്ക് വെറും പരിശീലനമുണ്ട്, പ്രബോധനമില്ല. ഇത് രണ്ടും കൊണ്ട് സമഗ്രമായിട്ട് കൊണ്ടുപോകാൻ കഴിയണം. പ്രബോധനവും വേണം, പരിശീലനം വേണം. അത് മതബോധന വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലും ഇടവകയുടെ പൊതുപരിപാടികളിലും. ഇപ്പം അച്ഛൻ കാഴ്ചയർപ്പണത്തെക്കുറിച്ചൊരു ക്ലാസ് അല്ലെങ്കിൽ കാഴ്ചയർപ്പണത്തെക്കുറിച്ചുള്ളൊരു ഉൾക്കാഴ്ച ആ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ഹൃദയാർപ്പണം നടന്നേനെ. ഹൃദയാർപ്പണം ഇല്ലാതെ അർപ്പിക്കുന്ന ബലി കപട ബലിയാണെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. സാറേ, നമ്മളിപ്പോൾ ഈ വിശ്വാസ പരിശീലന വഴികളെക്കുറിച്ച് നമ്മൾ പറയുന്ന ഈ ആകുലതകൾ, ഈ ഒരു വിഷമങ്ങൾ, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും തന്നെ അറിയാവുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും ഈ അടുത്ത നാളുകളിലൊക്കെ സഭയുടെ പല ഭാഗത്തു നിന്നും പറയുന്നുണ്ട്, കുഞ്ഞുങ്ങൾ കൈവിട്ടു പോവുകയാണോ, കുഞ്ഞുങ്ങൾ പഴയതിനേക്കാൾ മോശക്കാരാകുന്നു. പക്ഷേ എന്നിട്ടും ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശ്വാസ പരിശീലനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുത്ത് വെച്ചിട്ട് നടക്കാത്തതാണോ? അങ്ങനെ ഒരു സംശയം എൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. പോണി, നമ്മൾ അതിനെ പലപ്പോഴും സമീപിക്കുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന അർത്ഥത്തിൽ മാത്രമാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഇടവകയിലെ എല്ലാ കുട്ടികളും ഈ ക്ലാസ്സിൽ പാസ്സായി, എല്ലാ കുട്ടികൾക്കും ഈ ഗ്രേഡ് ഉണ്ട്, ഇത്ര കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെയുള്ളൊരു മെറിറ്റ്
എന്നുള്ള അർത്ഥത്തിൽ അതിൻ്റെ ക്വാളിറ്റിയെ കാണാൻ ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ മെറിറ്റ് എന്താ? ഈ പറയുന്ന ഒരു മാർക്കിൻ്റെ അടിസ്ഥാനമല്ല അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത്. ഈ പരിശീലനത്തിലൂടെ ഈ പരിശീലനം കിട്ടിയ കുട്ടി വിശ്വാസത്തിൽ രൂപീകൃതമായോ, വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയോ, വിശ്വാസം അനുഭവിച്ച് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉൾക്കരുത്ത് സമ്പാദിച്ചോ എന്നുള്ളതൊക്കെയാണ്. കാരണം ഈ ഉൾക്കരുത്തുണ്ടെങ്കിൽ അവൻ ജീവിക്കുന്ന സമൂഹത്തിൽ അവനൊരു അനുഗ്രഹമാവുള്ളൂ, അവന് സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ എന്താ പറയുക, പ്രത്യേക കള്ള കണ്ണുകളില്ലാതെ തുറന്ന സ്നേഹം ഉണ്ടാവുകയുള്ളൂ. കാരണം ഈശോയുടെ സ്നേഹമാണ് അവൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത്. കാരണം അവനെ സ്നേഹിക്കാൻ ഈശോയുടെ സ്നേഹം പകരാൻ അവനെ അല്ലെങ്കിൽ അവളൊരു ഉപകരണമാക്കിയിരിക്കുക എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ആ യേശുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഉപകരണമായിട്ട് ജീവിക്കുന്ന അത് നമ്മൾ നല്ലൊരു മതബോധന അല്ലെങ്കിൽ വേദപാഠ അല്ലെങ്കിൽ വിശ്വാസ പരിശീലന ക്ലാസ്സിൽ നിന്ന് മാത്രം കിട്ടുന്നതല്ല. അതിന് ബോണി സൂചിപ്പിച്ചോണം ആ ഇടവക കൊടുക്കുന്ന പ്രാധാന്യവും ആ ഇടവക ഈ വിശ്വാസ പരിശീലനത്തെ എത്രമാത്രം മുൻഗണനാ ക്രമത്തിൽ കാണുന്നു എന്നുള്ളതും എത്ര ഗൗരവമായിട്ട് തന്നെ പരിഗണിക്കുന്നു എന്നുള്ളതെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സഭയുടെ ആ ഇടവകയുടെ പൊതുജീവിതവും ഈ വിശ്വാസ പരിശീലനവും ഒരുമിച്ച് കൊണ്ടുപോകാനും കഴിയണം. ഇങ്ങനെയുള്ള ഒരു താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ മതബോധന അധ്യാപകൻ്റെ പ്രതിനിധി ഇപ്പോൾ നമ്മുടെ പാരിഷ് കൗൺസിലുകളിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഭയുടെ പൊതുജീവിതവുമായിട്ട് വിശ്വാസ പരിശീലനത്തെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതെന്തുമാത്രം പ്രാവർത്തികമാകുന്ന, കാരണം നമ്മുടെ പാരിഷ് കൗൺസിലുകളിലൊക്കെ നടക്കുന്ന മുഴുവൻ സഭയുടെ ഭരണമാണ്. സഭ ശരണം വയ്ക്കേണ്ട കാര്യങ്ങളല്ല. സഭ ശരണം വയ്ക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ഇടവക വഴിയായിട്ട് ഇടവകയിലെ ജനങ്ങൾക്ക് കിട്ടുന്ന വിശ്വാസത്തിൻ്റെ രൂപീകരണമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ നമ്മുടെ പണ്ടത്തെ കുർബാന കഴിഞ്ഞ് പോകുമ്പോൾ പോകുവിൻ എന്നിട്ടാണ് പറഞ്ഞയക്കുകയാണ്. ഈ ചർച്ചിനെ കുറിച്ചുള്ളൊരു മനോഹരമായ ഡെഫിനേഷൻ ഉണ്ട് ഇംഗ്ലീഷിൽ. ആ ഡെഫിനേഷൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെഫിനേഷൻ ഗാദർ ആൻഡ് സ്കാറ്റർ എന്നാണ്. വിളിച്ചു കൂട്ടി പറഞ്ഞയക്കുന്നു, പിരിച്ചയക്കുന്നു. എവിടേക്കാണ് തിരിച്ചയക്കുന്നതും പിരിച്ചയക്കുന്നതും അവനവൻ്റെ ജീവിത മേഖലകളിലേക്കാണ്. സാക്ഷ്യം ജീവിക്കാം. ഈ വിശ്വാസം അവിടെ പോയി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് വിശ്വാസം ശരണമായിട്ട് മാറണം. അല്ലാതെ വിശ്വാസത്തിൻ്റെ ഒരു ഭരണമായിട്ടാണ് മിക്കവാറും നമ്മുടെ പാരിഷ് കൗൺസിൽ എടുത്ത് നോക്കി മിക്കവാറും പാരിഷ് കൗൺസിലിലെ ചർച്ചകളോ അല്ലെങ്കിൽ കാര്യങ്ങൾ മുഴുവൻ പോകുന്നത് ഇടവകയുടെ വെറും അഡ്മിനിസ്ട്രേഷൻ ഭരണത്തെക്കുറിച്ചാണ്, വിശ്വാസത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ്. ആ ആഭിമുഖ്യങ്ങൾ മാറ്റാൻ കഴിയണം. ആ ആഭിമുഖ്യങ്ങൾ മാറണം എന്നുണ്ടെങ്കിൽ സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം ഈ സഭയുടെ ഭൗതിക ക്രമങ്ങളുടെ ഭരണമല്ല, സഭയുടെ ഉത്തരവാദിത്വം ആത്മീയ രൂപീകരണമാണ് എന്നുള്ള ഒരു മുൻഗണനയിലേക്ക് വരണം. ഇതെല്ലാം ഭൗതിക ക്രമങ്ങളെല്ലാം ഈ ആത്മീയത പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷെ അവിടെ പ്രകാശം മങ്ങുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പരിശീലനത്തിന് കുട്ടികൾക്കൊരു പ്രസക്തി കാണില്ല, റെലവൻസ് കാണില്ല, പ്രസക്തി കാണില്ല. അവിടെയാണ് അവരുടെ ഒരു സംഘർഷം വരുന്നത്. അപ്പോൾ അവർക്ക് ഇതെല്ലാം ഒരു പ്രഹസനമായിട്ട് മാറുന്നു. ഈ സാറ് പറഞ്ഞത് വിശ്വാസ പരിശീലനത്തിൻ്റെ ഒരു സിസ്റ്റമെല്ലാം നിൽക്കുന്നത് ആധ്യാത്മികതയുടെ ഒരു ഉണർവിന് വേണ്ടിയിട്ടാണ്. ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ സിലബസാണ് മാറേണ്ടത്, നമ്മൾ പഠിപ്പിക്കുന്ന സിലബസും നമ്മുടെ പാഠപുസ്തകങ്ങളും മാറേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെ ചിലരെല്ലാം പാഠപുസ്തകം മാറ്റാനായിട്ടും, സത്യത്തിൽ അതാണോ, അല്ലെങ്കിൽ അതാണോ അതിൻ്റെ ഒരു കുറവ്, അല്ലെങ്കിൽ ഈ ജീവിത സാക്ഷിയുള്ള മഹത്വമുള്ള അധ്യാപകരാണോ, എന്താണ് ഈ പാഠപുസ്തകം മാറേണ്ടതാണോ സത്യത്തിൽ? പാഠപുസ്തകം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എന്നുള്ളൊരു ചിന്ത മാത്രമാണ് പല മതബോധന അല്ലെങ്കിൽ വിശ്വാസ പരിശീലന അധ്യാപകരുടെ മനസ്സിലുള്ളത്. അവരുടെ ജോലി എന്താ? ഈ സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുക. പക്ഷെ അവരുടെ വിളി എന്താ? ജോലി പഠിപ്പിക്കലാണ്. വിളി എന്താ? വിളി ഈ സിലബസ് പഠിപ്പിക്കലല്ല. ഈ സിലബസ് എന്നുള്ള ഗൈഡൻസ് മാത്രമാണ്. ഈ വിശ്വാസ പരിശീലന ഗുരുവിന് എവിടേക്ക് ശിഷ്യനെ നയിക്കണം എന്നുള്ളതിൻ്റെ വെറും ഗൈഡൻസാണ് ഈ സിലബസ്. അപ്പോൾ ഈ ഗൈഡൻസ് എന്നുള്ളത് എടുത്തിട്ട് ഗൈഡ് ചെയ്യേണ്ടത് ഈ
ആത്മബലമുള്ള, ആത്മീയതയുടെ നിറമുള്ള ഗുരുവാണ്. അപ്പോൾ ആ നിറമില്ലാത്ത, കാരണം വെളിച്ചമില്ലാത്തവന് തെളിച്ചമാവാൻ പറ്റില്ല. പ്രകാശിക്കാത്തതൊന്നും പ്രശോഭിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞാൽ അതുകൊണ്ടാണ്. ഈ പ്രകാശത്തിൽ വേണം, ഗുരുവാകുന്ന പ്രകാശത്തിൽ വേണം ഈ ശിഷ്യന് ഈ സിലബസിൻ്റെ ഗൈഡൻസ് തിരിച്ചറിയാൻ, സിലബസ് പറയുന്ന കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട്. അപ്പോൾ ഈ പറയുന്ന സിലബസിൽ പറയുന്ന കാര്യങ്ങളും അവനവൻ്റെ വ്യക്തി ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു ഗുരുവാണ് ഈ സിലബസ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടി എന്ത് ചെയ്യും? പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കും, പരിശീലിക്കാൻ വേണ്ടി വിശ്വാസം സ്വീകരിക്കില്ല, വെളിച്ചം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഈ മതബോധന അധ്യാപകരെ പ്രത്യേകിച്ചും അവർ വിളക്കുമാണ്, വിളക്കുമരവുമാണെന്ന് പറയാൻ കാരണം. വിളക്ക് പ്രകാശം കൊടുക്കുന്നു, വിളക്കുമരം ദിശാബോധം കൊടുക്കുന്നു. വിളക്കുമരത്തിന് പ്രകാശം കൊടുക്കാൻ കഴിയില്ല, അത് ഡയറക്ഷൻസേ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതാണ് വഴി, ഇതിലേ നടക്കുക, ഇതിലേ തിരിയുക എന്നുള്ള ദിശാബോധമാണ് ഒരു മതബോധന വിശ്വാസ പരിശീലന ഗുരു. ഇവിടെയാണ് വെളിച്ചം എന്ന് ക്രിസ്തുവിനെ ജീവിതത്തിൽ പ്രകാശിപ്പിക്കുന്ന ഒരു വിളക്കുമാണ് ഈ വിശ്വാസ പരിശീലനം. വിളക്കുമരവുമായിട്ട് ആ ഒരു അങ്ങനെയുള്ള ഒരു നിറമുള്ള വിശ്വാസ പരിശീലനരെ കണ്ടെത്തി ആ ഇടവയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അത് കേവലമായിട്ടുള്ളൊരു എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കിട്ടില്ല. BEd ഉണ്ടായാലും PhD ഉണ്ടായാലും MEd ഉണ്ടായാലും അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതിനകത്ത്. അതല്ല പ്രധാനപ്പെട്ട. ചില ഇടവുകളിലൊക്കെ ഈ BEd ഉള്ളവരെ അല്ലെങ്കിൽ ഡിഗ്രിക്ക് മേലെ ഉള്ളവരെ മാത്രമേ കാറ്റഗിസം പഠിപ്പിക്കാൻ ഇനി എടുക്കൂ, അങ്ങനെ പറയുന്ന ഇടവുകളുണ്ട്. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം ഈ കുട്ടികൾക്ക് തങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്വാളിഫൈഡ് ആണെന്നുള്ളൊരു സ്റ്റാറ്റസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതിനോടൊപ്പം ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷനുള്ള വ്യക്തികൾ ഈ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയുടെ ഒരു നിറവ്, യേശുവിനെ നാഥനും കർത്താവും രാജാവും രക്ഷകനും ദൈവവുമായിട്ട് ജീവിതത്തിൽ ഏറ്റുപറയുന്നവനും ആ യേശുവിനെ ആ ദൈവത്തെ അല്ലെങ്കിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവമായിട്ടുള്ള യേശുവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നവനും ആണെങ്കിൽ മാത്രമേ ഈ വിശ്വാസം പകർന്ന് ശിഷ്യരിലേക്ക് പോവുകയുള്ളൂ. അല്ലാത്തവൻ ഈ വെറും അക്കാദമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾ വിശ്വാസം പറഞ്ഞു കൊടുക്കും, മറ്റേ വ്യക്തി, ഈ നിറമുള്ള വ്യക്തി വിശ്വാസം പകർന്നു കൊടുക്കും. പറഞ്ഞു കൊടുക്കുന്ന അറിവ് പരീക്ഷയോടുകൂടി തീരും, പകർന്നു കൊടുക്കുന്ന വിശ്വാസം ജീവിതത്തിൽ നിലനിൽക്കും, അവസാനം വരെ ഉണ്ടാവും. സത്യത്തിൽ അതാണ് ക്വാളിഫിക്കേഷൻ. അതാണ് ആക്ച്വലി ഈ വിളിയിലെ ഉൾവിളി. ഇത്തരം ഒരു വെളിച്ചവും മറ്റുള്ളവരെ തെളിച്ചം നൽകുന്നതുമായ ഈ ഒരു നേരത്തെ പറഞ്ഞ ആത്മീയ നിറവുള്ള അധ്യാപകർ നമ്മുടെ മനസ്സിൽ എന്നും തങ്ങി നിൽക്കും കുഞ്ഞുങ്ങളുടെ. ഇപ്പം ഞാനിപ്പോൾ ഓർക്കായിരുന്നു സാറ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ കാറ്റഗിസം പഠിപ്പിച്ച മേരി ടീച്ചറെ, മരിച്ചുപോയി, മേരി ടീച്ചറെ ഞാൻ ഓർക്കായിരുന്നു. എന്നും കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് മേരി ടീച്ചർ ഒരു പ്രാർത്ഥന കുഞ്ഞുനാളോട്ട് പറഞ്ഞുതരുന്നു. ഈശോയുടെ തിരുശരീരമേ എന്നെ ശുദ്ധീകരിക്കണമേ, ഈശോയുടെ തിരുരക്തമേ എന്നെ ലഹരി പിടിപ്പിക്കണമേ. മേരി ടീച്ചർ മരിച്ചിട്ട് വർഷങ്ങളായി, ഇപ്പോഴും ആ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് മനസ്സിൽ. അങ്ങനെ സാറിന് ഓർമ്മയുള്ള നല്ല തെളിച്ചം നൽകിയിട്ടുള്ള അധ്യാപകർ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അത്തരം ഒരു അനുഭവം പങ്കുവയ്ക്കാമോ? എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള ഗുരുക്കന്മാരെ കുറിച്ച് പലപ്പോഴും ഞാൻ ഓർക്കാം. സിസ്റ്റർമാരായിരുന്നു, അവർ ഓർക്കാറുണ്ട്. വേദപാഠം പഠിപ്പിച്ചിരുന്ന ചിലരെ കുറിച്ചും ഓർക്കാറുണ്ട്. കാരണം ഞാൻ പഠിപ്പിച്ചപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, ഇപ്പം പഠിപ്പിക്കുന്ന ചിലരെയും എൻ്റെ മനസ്സിലുണ്ട്. അവർ കുർബാന സ്വീകരിക്കാൻ പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ ആലോ സെമിനാറിലെ പ്രൊഫസർ മാർട്ടിൻ കല്ലിംഗലച്ചൻ ഒരു അനുഭവം പറഞ്ഞു. എൻ്റെ മക്കളുടെ കുർബാന സ്വീകരണത്തോടനുബന്ധിച്ച് നടന്ന ദിവ്യബലി മധ്യ നടത്തിയ ഒരു ചെറിയതായിരുന്നു. അപ്പം അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന സമയത്ത് എന്തോ കാര്യത്തിന് അമ്മയോട് ഒരു ചെറുതായിട്ടുള്ള ദേഷ്യ സ്വഭാവത്തിൽ സംസാരിച്ചു. പിറ്റേ ദിവസം കുർബാന സ്വീകരിക്കാൻ വന്നപ്പോൾ അതങ്ങ് കഴിഞ്ഞു, ആ സംഭവം കഴിഞ്ഞു. പിറ്റേ ദിവസം കുർബാന സ്വീകരണത്തിന് വിശുദ്ധ കുർബാന വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഈ അച്ഛനായ മോനോട് പറഞ്ഞു, ഒരു മനസ്സാപ്രകരണം ചൊല്ലിയിട്ട് കുർബാന സ്വീകരിച്ചാൽ മതി. അപ്പോൾ അത് അച്ഛന് വലിയൊരു തിരിച്ചറിവായിരുന്നു. എത്രയോ വർഷത്തെ സെമിനാരി പഠനം കഴിഞ്ഞ് വൈദികനായി എത്രയോ വൈദിക വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് വിട്ട ഒരു പ്രൊഫസറുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്, ഒരു മനസ്സാപ്രകരണം ചൊല്ലിയിട്ട് കുർബാന സ്വീകരിച്ചാൽ മതി. അച്ഛനത് ചിന്തിച്ചു, ധ്യാനിച്ചു, പാപത്തെ ഓർത്തെടുത്തു,
അത് കഴിഞ്ഞ് കുർബാന സ്വീകരണം കഴിഞ്ഞിട്ട് മുഴുവൻ ഓർമ്മ കിട്ടിയില്ലായിരുന്നു, എന്നാലും മനസ്തപിച്ചു. അച്ഛൻ അമ്മയോട് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ഇന്നലെ ദേഷ്യപ്പെട്ടല്ലോ എന്നോട് സംസാരിച്ച്, അതിനെക്കുറിച്ചുള്ളൊരു മനസ്താപം. ഇങ്ങനെ എത്രയോ അനുഭവങ്ങൾ എനിക്കും ഈ മനസ്താപ പ്രകടനത്തെക്കുറിച്ച്. മേലിൽ പാപം ചെയ്യില്ല എന്നും പാപ സാഹചര്യങ്ങളെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്നുള്ള പ്രതിജ്ഞ. അപ്പോൾ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മുഴുവൻ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാൻ ശ്രമിക്കാതെ, അല്ലെങ്കിൽ അതിനൊരു പ്രതിജ്ഞ എടുക്കാതെ, ദൈവത്തോടൊരു ഉറപ്പ് കൊടുക്കാതെ, ചെയ്ത പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്തപിക്കുക മാത്രം ചെയ്യുന്ന ഒരു വ്യക്തി വീണ്ടും വീണു പോകും. എൻ്റെ മനസ്സിലൊരു അപ്പം ഈ പാപത്തെ ഉപേക്ഷിക്കുകയും പാപ സാഹചര്യങ്ങളെ വിട്ടുപേക്ഷിക്കുകയും ചെയ്യണം. ഒന്ന് വിട്ടുപോരലാണ്, മറ്റൊന്ന് ഉപേക്ഷിക്കലാണ്. ഇതെൻ്റെ മനസ്സിൽ എനിക്ക് ചില ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളാണ്. അപ്പോൾ മനസ്താപകരണം ചെല്ലുമ്പോൾ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് മേലിൽ പാപം ചെയ്തു. കാരണം പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കാതെ മേലിൽ പാപം ചെയ്യില്ല എന്ന് മാത്രം എടുക്കുന്ന ഒരു പ്രതിജ്ഞയിൽ അർത്ഥമില്ല. കാരണം വീണ്ടും ആ സാഹചര്യങ്ങളിലേക്ക് വന്നു, സാഹചര്യങ്ങൾ വീണ്ടും മനുഷ്യനെ വീഴിക്കും. സാഹചര്യങ്ങളെ ഉപേക്ഷിക്കാനും മേലിൽ പാപം ചെയ്യില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കാനും, അതാണ് യഥാർത്ഥത്തിലുള്ള മനസ്സ് തപിക്കുന്ന പ്രകരണം, അനുതാപത്തോടു കൂടിയൊരു മനസ്സാ പ്രകരണം. അതും എനിക്കിങ്ങനെയുള്ള ചില അനുഭവങ്ങളിലൂടെ, ചില തിരിച്ചറിവുകളിലൂടെ കിട്ടിയ വെളിച്ചങ്ങളാണ്. സാറ് പറഞ്ഞായിരുന്നല്ലോ, വിശ്വാസ പരിശീലന വഴിയിൽ പരീക്ഷയ്ക്ക് എഴുതാൻ കുട്ടിയെ ഒരുക്കലല്ല, പരിശീലനമാണ് വേണ്ടത്. നമ്മുടെ ഇന്നത്തെ മതാധ്യാപകർക്ക് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കാനായിട്ട് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റിയ 1-2 കാര്യങ്ങളെങ്കിലും സാറിന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഈ ഇപ്പം നിലവിലുള്ള സിസ്റ്റത്തിൽ ഇപ്പോൾ ഉള്ള കാറ്റഗിസം ടീച്ചേഴ്സിന് എന്താണ് കുറച്ചുകൂടി ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റണത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്? ഒന്ന്, എൻ്റെ അഭിപ്രായത്തിൽ ഈ വിശ്വാസ പരിശീലന ഗുരുവും ആ ശിഷ്യരുമായിട്ടൊരു വ്യക്തിബന്ധം. ഇപ്പം മൊബൈൽ ഉപയോഗിക്കാത്ത കുട്ടികൾ ആരുമില്ല. അപ്പോൾ വെറും ഒരു ഞായറാഴ്ചത്തെ ഒരു സിലബസ് പഠിപ്പിക്കൽ മാത്രമാവാതെ ആ കുട്ടിയുമായിട്ടൊരു വ്യക്തിബന്ധം സ്ഥാപിച്ചുകൊണ്ടൊരു ഫോളോ അപ്പ് നടത്തുക. അതിന് മൊബൈൽ ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായിട്ടും ആ കുട്ടിയോട് സംസാരിക്കും. ഇപ്പോൾ ഏത് വീട്ടിലേക്ക് വിളിച്ചാലും കാറ്റഗിസം ടീച്ചറാണ് കുട്ടിയോട് സംസാരിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. ഏത് അപ്പനും അമ്മയും കൊടുക്കും. മൊബൈലില്ലാത്തവരും അപ്പൻ്റെ അമ്മയുടെ മൊബൈൽ ഉപയോഗിച്ചാൽ വീട്ടിലെ ലാൻഡ് ഫോൺ ആയാലും മതി. അപ്പം അങ്ങനെ ഒരു കോണ്ടാക്റ്റ് നിലനിർത്തുന്ന ഒരു കുട്ടിയുമായിട്ട്. അപ്പോൾ അത് വിശ്വാസത്തിൻ്റെ തുടർ പരിശീലനമാണ്. വീട്ടിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ പരാജയപ്പെട്ടാലും ഇങ്ങനൊരു വിളക്കുമരം ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. പിന്നെ എൻ്റെ മനസ്സിലുള്ളത്, ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ആകുമ്പോഴേ ഒരു സുഹൃത മഞ്ജരി എന്ന് പറഞ്ഞിട്ട് നമുക്ക് സുഹൃതമാല, കൊച്ചു പുസ്തകങ്ങൾ, ചെയ്ത നന്മ പ്രവൃത്തികൾ, നക്കോട്ട്, കുർബാന, പങ്കെടുത്ത കുർബാന, ചൊല്ലിയ സുഹൃദൈവം, പണ്ട് മിഷനിലൊക്കെ ഞങ്ങൾ ചെയ്തിരുന്ന ഒരു ആധ്യാത്മിക പുസ്തകമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്ക്, ചെറിയൊരു ബുക്ക് പോലെ ചെയ്ത കാര്യങ്ങൾ, നന്മ പ്രവൃത്തികൾ, ചൊല്ലിയ സുഹൃദൈവങ്ങൾ, എത്തിച്ച നമ്മൾ ചെയ്ത ചൊല്ലിയ പ്രാർത്ഥനകൾ, പങ്കെടുത്ത ദൈവബലി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് എവിടെയെങ്കിലും പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം അങ്ങനെ ആ ഒരു വിശ്വാസ പരിശീലനം നടത്തുന്ന അധ്യാപകൻ ആ കുട്ടിയുടെ ഒരു സ്പിരിച്വൽ ഫാദർ ആയിരിക്കണം, ഒരു ആത്മീയ ഗുരു, ആധ്യാത്മിക ഗുരു എല്ലാ കാര്യങ്ങളിലും. അത് അങ്ങനെയുള്ള ഒരു ഉൾക്കാഴ്ച, ഒരു സമീപനം മാറ്റം, ഒരു ആഭിമുഖ്യ മാറ്റം ഈ വിശ്വാസ പരിശീലന ഗുരുക്കൾക്ക് ഉണ്ടായാൽ അത് അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇങ്ങനെ 1-2 കൊച്ചു കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇടവകളിൽ ഈ വിശ്വാസ പരിശീലനം ഈ ക്ലാസ്സിൽ മാത്രം കിട്ടുന്നതല്ല, അത് പള്ളിയിലും ഒക്കെ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഉണ്ടാവണം. നമ്മൾ അർപ്പിക്കുന്ന ദിവ്യബലിയുടെ പ്രാധാന്യവും ഇവിടെ ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ പ്രാധാന്യവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെയും കാണണം, റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക്, അത് വിശ്വാസ പരിശീലനവും ഇടവകയുടെ പൊതുജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താനും ഇവിടെ കഴിയണം. അതും ചെയ്യാവുന്നതാണ്. പിന്നെ ഹൗസ് വിസിറ്റിംഗ് കുഞ്ഞുങ്ങളുടെ വേദപാഠം അധ്യാപകന് അല്ലെങ്കിൽ വിശ്വാസ പരിശീലന അധ്യാപകന് സാധിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബെസ്റ്റായിട്ട് ഒന്നുമില്ല. കാരണം അത് ആ കുടുംബത്തിന് വലിയൊരു ആവേശവും കുടുംബത്തിലേക്ക് ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ തുടർച്ചയാവാനും കഴിയും. അതിനൊക്കെ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു സ്വീകാര്യത ഉണ്ടാവണം. ഈ മതബോധന അധ്യാപകന് ഒരു സ്വീകാര്യത ഉണ്ടാവണം. എന്താ സ്വീകാര്യത? അദ്ദേഹം ഈ വിശ്വാസം ജീവിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളൊരു
അതാണ് അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം ജീവിക്കലാണ്. ഇപ്പോൾ വിശ്വാസം ജീവിക്കുന്ന വിശ്വാസ്യതയുള്ള സമൂഹത്തിൽ സ്വീകാര്യതയുള്ള വ്യക്തികളാണ് യഥാർത്ഥത്തിൽ മതബോധന അധ്യാപകരായിട്ട് വരേണ്ടത്, വിശ്വാസ പരിശീലകരാവേണ്ടത്. അവർക്കേ വിശ്വാസം പരിശീലിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അവിടുത്തെ വിശ്വാസ പരിശീലനത്തിൽ ഇടവക വികാരി പരാജയപ്പെട്ടാലും പാരിഷ് കൗൺസിൽ പരാജയപ്പെട്ടാലും എന്തെല്ലാം എതിർസാക്ഷ്യങ്ങൾ ആ ഇടവകയിലെ സമൂഹത്തിലുണ്ടായാലും ഈ വിശ്വാസ പരിശീലനം എന്നുള്ള ഒറ്റ ആ ഒരു ദീപത്തിൽ, ആ ഒരു വിളക്ക് മരത്തിൽ ഈ കുട്ടി പിടിച്ചു നിൽക്കും. സാറേ, നമ്മൾ ഈ മതബോധന, ഈ വിശ്വാസ പരിശീലന വഴികളെക്കുറിച്ച് 2 എപ്പിസോഡിൽ സംസാരിച്ചു. തുടക്കത്തിലും ഒടുക്കത്തിലും എല്ലാം സാറ് പറഞ്ഞത് ഗുരു വെളിച്ചം പകരേണ്ടവനാണ്. ആ വെളിച്ചം ഗുരുവിൻ്റെ ഉള്ളിലുണ്ടാകണം. അപ്പോഴേ ശിഷ്യനെ തെളിച്ചമുള്ളവനാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ധാരാളം മതാധ്യാപകർ സഭയിൽ ഉണ്ടാവട്ടെ, വളർന്നു വരട്ടെ. വിശ്വാസ പരിശീലനത്തിന് വേണ്ടി സാറ് നൽകിയ ഈ ഒരു നല്ല സമയത്തെ ഓർത്ത് ഒത്തിരി നന്ദി പറയുന്നു.